ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു കോമ്പിനേഷനാണ് നോക്കുന്നത്. നമ്മൾ 1 and 2 ഈ രണ്ട് പഞ്ചസ് എങ്ങനെയാണ് ചെയ്യാന്ന് പഠിച്ചു. ഈ 1 and 2 പഞ്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ. ഇതില് ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഫൂട്ടിനാണ് പ്രാധാന്യം. നിങ്ങൾ ചെയ്ത സമയത്ത് ചുമ്മാ നിന്ന് 1 2 സ്റ്റെപ്പ് ബാക്ക് ആൻഡ് 1 2 ഇതിൽ നിങ്ങൾക്ക് ഒരു കാരണവശാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വേഗത്തിൽ പഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 2 സ്റ്റെപ്പ് ബാക്ക് 2 ഇതാണ് നിങ്ങൾ ചെയ്യുന്ന മൂവ്മെന്റ് എങ്കിൽ എന്ത് വരില്ല, നിങ്ങളുടെ കൗണ്ടർ പഞ്ചിന് സ്പീഡ് കുറവായിരിക്കും. നിങ്ങൾ എപ്പോഴും പഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ ലോവർ ബോഡിയുടെ മൊമെന്റം യൂസ് ചെയ്തിട്ടായിരിക്കണം. എങ്കിലേ നിങ്ങളുടെ പഞ്ചിന് എന്ത് വരുള്ളൂ, വേഗത വരുള്ളൂ. ഇതില് നമ്മുടെ കോമ്പിനേഷൻ എന്തെന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഇൻ 1 2 സ്റ്റെപ്പ് ബാക്ക് ആൻഡ് 2 ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ. ഒന്നുകൂടെ പറയാം, സ്റ്റെപ്പ് ഇൻ 1 2 സ്റ്റെപ്പ് ബാക്ക് 2. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നിരിക്കുന്ന ക്ലാസ്സിലുള്ളത് പ്രകാരമാണെങ്കിൽ ഈ മൂവ്മെന്റ് ഉണ്ടാവുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് നോക്കുക. എൻ്റെ ഫൂട്ടിനാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം എന്താണ് പറഞ്ഞത്, സ്റ്റെപ്പിൻ 1 2 1 and 2 ആൻഡ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് 2. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ എനിക്ക് എത്രത്തോളം ഫാസ്റ്റായി ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കൂ. ഇതാണ് എൻ്റെ മാക്സിമം എനിക്ക് ഫാസ്റ്റ് ആയിട്ട് എഫേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ പഞ്ചിനാണെങ്കിൽ എന്തില്ല, കമ്പാരിറ്റീവ്ലി ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡിന് അതിനെ അപേക്ഷിച്ച് എന്താണ്, നമ്മുടെ പഞ്ചിന് വരുന്ന പവർ കുറവാണ്. ഒരു മെത്തേഡും കൂടെ നിങ്ങൾ നോക്കിക്കോളൂ. സെക്കൻഡ് മെത്തേഡ് എന്താ, ഞാൻ ചറപറ പഞ്ച് ചെയ്യാണ്. എനിക്ക് എന്താണ്, നോൺ സ്റ്റോപ്പ് ചെയ്ത് പഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ റിങ്ങിൽ ഇങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പഞ്ചിന്റെ വേഗതയും പവറും കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ആദ്യത്തെ സ്റ്റൈലിനെ അപേക്ഷിച്ചിട്ട്. നമ്മൾ ഈ സെക്കൻഡ് സ്റ്റൈല് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് തരുന്നത് എൻ്റെ ഫുട്ട് മൂവ്മെന്റിനാണ്. ഞാൻ ഇവിടെ സ്റ്റെപ്പിൻ നോർമലായിട്ട് എല്ലാവരും സ്റ്റെപ്പിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ബോക്സിംഗ് പൊസിഷനിലാണ്, ഗാർഡ് അപ്പ്, സ്റ്റെപ്പിൻ, സെയിം സ്റ്റൈലിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പിൻ ചെയ്യുന്നു. ആൻഡ് 1 2 ചെയ്യുന്ന സമയത്ത് എന്താണ്, നിങ്ങളുടെ ഹിപ്പിനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യും. 2 ഈ 2 അപ്പൊ എൻ്റെ ടോ ഡയറക്ഷൻ എന്ത് ചെയ്ത്, ആദ്യം ഒരു 30 ഡിഗ്രി എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഇൻസൈഡിലേക്ക് മാറി. എൻ്റെ ഹിപ്പിനെ ഞാൻ തിരിച്ചു, അതായത് എൻ്റെ ബോഡിയെ ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. ഈ ട്വിസ്റ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു മൊമെന്റം ഉണ്ട്. ആ മൊമെന്റത്തിനെ ഞാൻ എന്ത് ചെയ്ത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹിപ്പിനെ ഞാൻ തിരിച്ച് അഗെയിൻ പഴയ പൊസിഷനിലേക്ക് ഫാസ്റ്റ് ആയിട്ട് തിരിക്കുന്നത്. ആ തിരിക്കുന്നതിന്റെ കൂടെ ഫ്രണ്ടിലെ ലെഗിന്ന് ഞാൻ ഒരു പുഷും കൂടെ കൊടുത്ത് മൊത്തം ബോഡീനെ ബാക്കോട്ട് തിരിച്ച് ഇപ്പൊ എന്താണ്, എഗെയിൻ ഞാൻ പഴയ പൊസിഷനിലെത്തി. എന്താണ് എൻ്റെ നോർമലി നമ്മൾ ബോക്സിംഗ് പൊസിഷൻ, എൻ്റെ ടോ എന്ന് പറയുന്നത് എഗെയിൻ ഔട്ട് സൈഡ് എൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് ഒരു 30 ഡിഗ്രി. ആൻഡ് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എഗെയിൻ പഞ്ച് ചെയ്യുന്നു. 2 എന്ന പഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എഗെയിൻ എൻ്റെ ഹിപ്പിനെ തിരിക്കണം. പക്ഷെ ഞാനത് കാലിനെ തിരിക്കാണ്ട് ചെറിയൊരു ജമ്പിങ് മോഷനിൽ ചെയ്യുന്നു. 2 ഒന്നുകൂടെ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കുക. ഇതില് നിങ്ങൾ എൻ്റെ ഫൂട്ടിലേക്കാണ് നോക്കേണ്ടത്. 1 and 2 പഞ്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിലല്ല ഇമ്പോർട്ടൻസ്, ഞാൻ എങ്ങനെ ലെഗ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്.
ഗാർഡ് അപ്പ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എൻ്റെ ലെഗ് ഒരു 35 ഡിഗ്രി ഔട്ട് സൈഡ് ആണ്. സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്നു. അതിൽ ഞാൻ 1 എന്ന പഞ്ച് ചെയ്യുന്നു. എൻ്റെ ഫുഡിലൊരു മാറ്റവും ഇല്ല. 1 എന്ന പഞ്ച് ചെയ്തപ്പോൾ ഫുഡിലൊരു മാറ്റവും ഇല്ല. ആൻഡ് 2 എന്ന പഞ്ച് ചെയ്തപ്പോൾ എൻ്റെ ഹിപ്പും ടോയും എന്ത് ചെയ്തു, തിരിഞ്ഞു. എൻ്റെ ഹിപ്പും തിരിഞ്ഞു, ടോയും തിരിഞ്ഞു. ഈ മൊമെന്റത്തിന്, അതായത് ഞാൻ ഫാസ്റ്റായി ചെയ്യുമ്പോൾ ഒരു മൊമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ തിരിച്ച് അതേപോലെ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടെ ഫ്രണ്ടിലെ ലെഗിന്ന് ഒരു ചെറിയ പുഷും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കോട്ട് മൂവ് ചെയ്യാം. ഇപ്പൊ ഞാൻ 2ലാണ്, 2 എന്ന പഞ്ച് ഡെലിവർ ചെയ്തു. ഇനി ഞാൻ തിരിച്ചെന്ത് ചെയ്യുന്നു, ഗാർഡ് അപ്പ് ചെയ്തിട്ട് ബാക്കോട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പൊ എന്താണ്, എഗെയിൻ ഞാൻ ബാക്കോട്ട് എത്തി, സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. ഇനി ഇതിന്ന് ഞാനൊരു ഈ മൊമെന്റത്തിൽ ഇപ്പൊ ഞാൻ എഗെയിൻ ഞാൻ എന്താണ് ഇവിടെ ഒരു ആക്സിലറേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇതിനെ ഞാൻ എഗെയിൻ തിരിച്ച് ഡെലിവർ ചെയ്യാണ്. നമ്മൾ നോർമലി 2 ചെയ്യുന്ന എന്താണ്, ഹിപ്പിനെ തിരിച്ചിട്ടാണ്. ഇവിടെ ഞാൻ ഒരു ജമ്പിങ് മോഷനിൽ 2 ചെയ്യുന്നു. ഇതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് ഫാസ്റ്റായി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഒന്നുകൂടെ കാണിച്ചതാ. ശ്രദ്ധിച്ചോളൂ. Again. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ്. എല്ലാവരും ചെയ്ത് നോക്കുക.